എന്താണ് ഡയമണ്ട് മൈൻഡ്? നമ്മളെ ചിന്തകളുടെയും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവേഴ്സും ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതിനെങ്ങനെ നമുക്ക് മറികടന്ന് നമ്മുടെ ലൈഫിൽ സക്സസിലേക്കും ഹാപ്പിനെസ്സിലേക്കും ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റിലേക്കൊക്കെ എങ്ങനെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് എന്ത് ദ ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. ഒരു മോട്ടിവേഷൻ എന്നതിലുപരി കംപ്ലീറ്റ്ലി നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 100 ഡേയ്സിലേക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5 ദിവസത്തെ ലൈവ് സെഷൻ സൂമിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക്ലി എന്നുള്ള രീതിയിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ആയിട്ട് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ റീവയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതും നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തിട്ട് പോകുന്നതും. 5 ഡേയ്സ് സെഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള 100 ഡേയ്സ് ഫോളോ അപ്പിലൂടെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ടൂൾസ് ചെയ്യാനും അതിലൂടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരാൻ എന്ത് ചെയ്യും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ഒരു പരീക്ഷയെ പേടിക്കുന്ന സ്റ്റുഡന്റോ ബിസിനസ്സുമായി മുന്നോട്ട് പോയി തലവേദനകളുമായിരിക്കുന്ന ഒരു ബിസിനസ്മാനോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വീട്ടമ്മമാരോ ആവട്ടെ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ചേഞ്ച് യുവർ ലൈഫ്. ഡയമണ്ട് മൈൻഡിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഇന്നർ പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെ എങ്ങനെ നമ്മുടെ ലൈഫിൽ സക്സസ്, ഹാപ്പിനെസ്, മോർ ജോയ്, എങ്ങനെ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമ്മളെ ലൈഫിലെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് തുടങ്ങി എല്ലാ ഏരിയകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. സോ 2025 ഒരു വലിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഈ വരുന്ന ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് മൈൻഡിന്റെ നെക്സ്റ്റ് ബാച്ച് എന്നുള്ളത്. സോ ഡോണ്ട് വെയിറ്റ്, എൻറോൾ ഇറ്റ് നൗ.